അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയൊരു പെൺകുട്ടി അവിടുത്തെ സ്റ്റാഫായ സരളയുടെ കയ്യിൽ അതിമനോഹരമായൊരു വള കാണുകയും അതെവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കുകയും എന്നാൽ ആ ചോദ്യം ഇഷ്ടപ്പെടാതെ സരള അവളോട് ദേഷ്യപ്പെടുകയും ചെയ്തു. വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് എത്തിയ അവൾ ഭർത്താവും പോലീസുകാരനുമായ ഭാനുവിനോട് ആ കാര്യം പറയുകയും അതുപോലൊരു വള തനിക്ക് വാങ്ങിത്തരണമെന്നും ആവശ്യപ്പെട്ടു. ഭാനു സരളയുടെ വീട് കണ്ടുപിടിക്കുകയും ഭർത്താവിന്റെ സഹായത്തോടെ വള പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴാണ് അതിൽ അറബിയിൽ എന്തോ എഴുതിയിരിക്കുന്നത് കാണുന്നത്. അവൾ പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് മുന്നേ മുത്തശ്ശി അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്ത വള എന്നായിരുന്നു. അറബിയിൽ എന്തോ എഴുതിയതുകൊണ്ട് തന്നെ സംശയം തോന്നിയ ഭർത്താവ് ഒരു ഉസ്താദിനെ വിളിപ്പിക്കുകയും അത് വായിപ്പിക്കുകയും ചെയ്തു. അതൊരു പ്രത്യേകതരം വളയായിരുന്നു. അതിനൊരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അഴിക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ മുത്തശ്ശി മരണപ്പെട്ടു പോയിരുന്നു. കോടികൾ വിലമതിക്കുന്ന വളയാണ് അതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവ് ഭാനുവിനെ അവിടെ നിന്ന് ഒഴിവാക്കും. പിന്നീട് ഒരു ദിവസം റോഡിൽ വെച്ച് ഒരു മുസ്ലിം സ്ത്രീ സരളയുടെ അടുത്തേക്ക് വന്ന് അതെന്റെ വളയാണെന്ന് പറഞ്ഞ് അവളോട് വഴക്കുണ്ടാക്കുന്നു. അവരോട് സംസാരിച്ചപ്പോഴാണ് ഒരു അറബി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് തന്റെ ഭർത്താവിന് സമ്മാനമായി കൊടുത്തതാണ് ആ വള എന്നും പിന്നീട് കുറച്ച് കള്ളന്മാർ അത് മോഷ്ടിച്ചു പോയെന്നും അവർക്ക് പുറകെ പോയ അവരുടെ ഭർത്താവിനെ അന്ന് നടക്കുന്ന കലാപത്തിലെ പങ്കാളിയാണെന്നും പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒരുപാട് മർദ്ദിക്കുകയും അതോടുകൂടി അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാവുകയും ചെയ്തു. അവരുടെ ഭർത്താവിനെ കണ്ടപ്പോഴാണ് തെറ്റിദ്ധാരണയുടെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണെന്ന് ഭാനു മനസ്സിലാക്കുന്നത്. കുറ്റബോധം കൊണ്ട് തന്നെ ആ വള എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കാൻ തന്നെ ഭാനു തീരുമാനിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ആ വള അയാളുടെ തന്നെ ഡ്രൈവറുടെ കയ്യിലാണ് എത്തിച്ചേർന്നതെന്നും അയാളുടെ കാമുകിയായിരുന്നു ആ സമയത്ത് സരളയ്ക്ക് അത് അയാൾ ഗിഫ്റ്റായി കൊടുത്തതാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോലീസ് ഇടപെടുകയും ആ വളയുടെ ഉടമസ്ഥയെ കണ്ടെത്തുന്നതിനായി ആ വള അഴിച്ചു കാണിക്കാനായി പറഞ്ഞു. എന്നാൽ സരളയ്ക്ക് അതറിയില്ലായിരുന്നു. എന്നാൽ ആ സ്ത്രീ വളരെ എളുപ്പത്തിൽ ആ വള അഴിച്ചു കാണിച്ച് അത് തന്റേതാണെന്ന് തെളിയിച്ചു. എന്നാൽ ആ വള കണ്ട് മഞ്ഞളിച്ച ആ പോലീസുകാരന് ആ വള വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അയാളത് പിന്നീട് തരാമെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിലെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു. അയാളുടെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കിയ ഭാനു അന്ന് രാത്രി അയാളുടെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറുന്നു. എന്നാൽ ആ വള കൈക്കലാക്കാനായി സരളയുടെ ഭർത്താവും ആ വീട്ടിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയും എന്നാൽ അവസാനം ഭാനു അവളെ കൈക്കലാക്കുകയും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് തന്നെ അത് കൈമാറുകയും ചെയ്യുന്നു.